ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ലോസസും ഗെയിൻസും എന്നതിനെ കുറിച്ചാണ്. എന്തൊക്കെ ഇൻകംസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം, എവിടെ നിന്നൊക്കെ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്, എന്തൊക്കെ ലോസുകൾ ഏതിലൂടെയൊക്കെ സെറ്റ് ഓഫ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആളുകൾ നീ തീർച്ചയായിട്ടും അത് കാണാം. അവിടെയാണ് ആ തിയറി പോർഷൻ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ തിയറി പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ഒന്നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കൂ, മിസ്റ്റർ രാമസ്വാമി ഓഫ് ചെന്നൈ സബ്മിറ്റ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഈ ഒരു അസസ്മെൻറ്റ് ഇയറിൽ കുറച്ച് ഇൻഫർമേഷൻ രാമസ്വാമി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഒന്ന് കാണണം. ഓക്കെ, ഇൻകം ഫ്രം സാലറി തന്നിട്ടുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി എ, ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എയിൽ നിന്ന് 33,000ഉം ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ബിയിൽ നിന്ന് 40,000ഉം തന്നിട്ടുണ്ട്. സ്പെക്കുലേഷൻ ബിസിനസ് നിന്ന് അദ്ദേഹത്തിന് ലാഭമല്ല നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് 10,000 രൂപ. അതേസമയം കയറിൻ്റെ ബിസിനസ് ചെയ്യുന്നതിൽ ലാഭം ഉണ്ടായിട്ടുണ്ട് 140. ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ ലോസ് ഉണ്ടായിട്ടുണ്ട് 80,000. ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ 10,000. ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ ഗോൾഡ് വിറ്റപ്പോൾ 3 ലക്ഷം കിട്ടിയിട്ടുണ്ട്. ക്യാപിറ്റൽ ലോസ് ഉണ്ടായിട്ടുണ്ട് ബിൽഡിംഗ് വിറ്റപ്പോൾ 130. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി കിട്ടിയിട്ടുണ്ട് 40,000. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കുറേ ലാഭവും നഷ്ടവും വരുമാനവും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബേസിസിൽ നമ്മളോട് ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 കോളം കൊടുക്കുക എമൗണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. ആദ്യം ഇൻകം ഫ്രം സാലറിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 കോളം കൊടുക്കുന്ന ഒന്ന് നമുക്ക് ക്രിയകൾ അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ മെയിൻ എമൗണ്ട് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ടോപ്പിക് എന്താ, സാലറി എന്നുള്ള ഇൻകം തീർച്ചയായിട്ടും കമ്പ്യൂട്ട് ചെയ്യുമല്ലോ. GTI കാണുമ്പോൾ GTI പറയുമ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കേട്ടോ. അപ്പോൾ ഈ GTI കാണുമ്പോൾ നമ്മൾ 5 ഹെഡ്സ് അല്ലേ ആദ്യം നോക്കുക. അപ്പോൾ ഇൻകം ഫ്രം സാലറി തീർച്ചയായിട്ടും അവിടെ നമ്മൾ കാണിക്കും. രണ്ടാമത് നമ്മളോട് പറഞ്ഞത് പ്രോപ്പർട്ടി എയുടെ വീട്ടിൽ നിന്ന് നമുക്ക് ലാഭവും ബിയിൽ നിന്ന് നഷ്ടവും കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ലാഭത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ നഷ്ടം നികത്തേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 33,000 40,000 ലോസാണ്, 33,000 ഇൻകാണ്. അപ്പോൾ നമുക്ക് എത്ര വന്നു, ഒരു 7,000 ലോസാണ് വന്നത്. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ കാണിക്കുക -7,000 എന്ന് കാണിക്കുക. ഓക്കെ, ആദ്യത്തെ കാൽക്കുലേഷൻ. അടുത്തത് സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് അദ്ദേഹത്തിന് കുറച്ച് ലോസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊരു 10,000 ആണ്. അപ്പോൾ നമുക്കത് ഇവിടെ കാണിക്കാം -10,000. അപ്പോൾ ഈ സ്പെക്കുലേഷൻ ലോസ് നമുക്ക് പ്രോഫിറ്റ് ഫ്രം കയർ ബിസിനസ് 140 കയർ ബിസിനസ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കയർ ബിസിനസ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ വന്ന നഷ്ടത്തിന് നികത്താം. അപ്പോൾ 80,000 രൂപയാണ് അതിന് ഉണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈലിന്. അപ്പോൾ ഈ 140 80 കുറച്ച ബാലൻസ് 60,000 ഔട്ടർ കോളത്തിൽ എഴുതുക. പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ അങ്ങനെ തന്നെ എഴുതുക, ഒരു ഗെയിൻ അല്ലേ. പിന്നെ ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടേണ്ട 3 lakh. അതിൽ തന്നെ ക്യാപിറ്റൽ ലോസ് ഉള്ളത് ലെസ് ചെയ്യുക 130. അപ്പോൾ നമുക്ക് 170 കിട്ടും. ഇപ്പോൾ നമുക്ക് എല്ലാം കൂടിയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കാം. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണേണ്ടത് 40,000 തന്നിട്ടുണ്ട്. അതായത് ഇൻകം ഫ്രം അതർ സോഴ്സ് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റി ഇവിടെ തന്നിട്ടുണ്ട്, അതാണ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഇവിടെ ശരിക്കും 5 ഹെഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. സാലറി ചെയ്തു, ഹൗസ് പ്രോപ്പർട്ടി ചെയ്തു, ഇൻകം ഫ്രം ബിസിനസ് ചെയ്തു, ക്യാപിറ്റൽ ഗെയിൻ ചെയ്തു, ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുക. ഇവിടെ -7,000 ആകുമ്പോൾ അത് ലെസ് ചെയ്യേണ്ടതായിട്ടാണ്. അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ 5,15,000 കിട്ടും. അതായത് ഇതൊഴികെ ബാക്കിയെല്ലാം ആഡ് ചെയ്യുക, എന്നതിന് ശേഷം ഇത് മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്കിവിടെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിയറി അറിഞ്ഞ ആൾക്ക് മാത്രമാണ് അത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയാനുള്ള കാരണം. അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം ആർ അവൈലബിൾ ഓഫ് റെസ്പെക്ട് ഓഫ് മിസ്റ്റർ പാട്ടീൽ ഓഫ് മഹാരാഷ്ട്ര. കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഇദ്ദേഹത്തിൻ്റെയും ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത് 12,000. പിന്നെ ഇൻട്രസ്റ്റ് ഡിബഞ്ചേഴ്സിന് ഗ്രോസ് അപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് 3,000. പിന്നെ ക്ലോത്ത് ബിസിനസ്സിൽ നിന്ന് ഇൻകം ഉണ്ടായിട്ടുണ്ട് 1,90,000. സ്പെക്കുലേഷൻ ലോസ് 40, ഷോർട്ട് ടേം ലോസ് 50, ലോങ് ടേം ഗെയിൻ 40. പിന്നെ സ്മോൾ സ്കെയിൽ ബിസിനസ്സിൽ നിന്ന് ലോസ് ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ 80,000 ആണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞത് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇത് നമ്മൾ മെയിൻ എമൗണ്ട് കോളാണ്. -12,000 അവിടെ കാണിക്കുക. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഗ്രോസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ശരിക്കും ആ ഹെഡ് വൈസ് തന്നെ ചെയ്യുക. സാലറിയുടെ ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അവിടെ സാലറിയുടെ ഒന്നും കാണിക്കേണ്ട. രണ്ടാമത് ഹൗസ് പ്രോപ്പർട്ടിയുടെ കാണിക്കുക. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നൊരു ഐറ്റാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ. അതിവിടെ കുറച്ച് താഴെയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇൻകം ഫ്രം ക്ലോത്ത് ബിസിനസ്സിൽ 1,90,000 പറയുന്നുണ്ട്. ആ 1,90,000 ഇൻകം ഉണ്ടായിട്ടുണ്ട് ക്ലോത്ത് ബിസിനസ്സിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മോൾ സ്കെയിൽ ബിസിനസ്സിൻ്റെ നഷ്ടം ആ ബിസിനസ്സിൽ നികത്താവുന്നതാണ്. 1,90,000 നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കാം? 80,000 നഷ്ടം അവിടെ നികത്തുമ്പോൾ 40,000 നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. സ്പെക്കുലേഷൻ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. കാരണം സ്പെക്കുലേഷൻ ലോസ് നമുക്ക് എവിടുന്നോ ഒന്നും നികത്താൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ആ ഒരു 40,000 അങ്ങനെ തന്നെ അവിടെ നമ്മൾ വെച്ചു. നെക്സ്റ്റ് ലോങ് ടേം ആയിട്ടുള്ളൊരു ക്യാപിറ്റൽ ഗെയിൻ 40 ഉണ്ടായിട്ടുണ്ട്. ആ ഒരു 40,000 നമ്മളത് വെച്ചിട്ടുണ്ട്. അതിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ലോസ് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ക്യാപിറ്റൽ ലോസ് നമുക്ക് ഷോർട്ട് ടേം ആയിട്ട് എത്ര കിട്ടിയിട്ടുണ്ട്? ഇവിടെ 50,000 ആണ് ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ലോസ് വരുന്നത്. ലെസ് ചെയ്യുമ്പോൾ -10,000 വരും. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് -10,000. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആകെ ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഇൻകം, പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സും മാത്രമാണ് ഇവിടെ നമുക്ക് 3 പോയിന്റുകൾ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ട വിധം. ഇതാണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് ഈ ഒരു പ്രോബ്ലം കറക്റ്റായി ചോദിക്കുക. ആദ്യം ലോസ് എഴുതിയിട്ടുണ്ട്. ബിസിനസ് ഇൻകം 190 ഉണ്ട്. അതിന് സ്മോൾ സ്കെയിൽ ബിസിനസ്സിൽ നഷ്ടം എടുത്തപ്പം കുറച്ചപ്പോൾ ബാലൻസ് 1,10,000 ഉള്ളത്. സ്പെക്കുലേഷൻ്റെ ലോസ് അങ്ങനെ തന്നെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് 40. ലോങ് ടേം ഗെയിന് നമ്മുടെ അടുത്തുള്ളത് 40 ആണ്. അതിൽ നിന്നാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. അത് 50 കുറച്ചു. അപ്പോൾ -10 ആണ് ഇവിടെ വരിക. കാരണം 40 ഉണ്ടായിട്ടുള്ളൂ. അതിൽ നമുക്ക് 50 ലെസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ -10 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് 1,10,000 ഉണ്ട്. പിന്നെ 13,000, അതിൽ 12,000 പോയി കഴിഞ്ഞാൽ ബാലൻസ് 1,01,000 ആണ് വന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഫോളോയിങ് ഇൻഫർമേഷനിൽ ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. സിറ്റുവേഷൻ 1ഉം സിറ്റുവേഷൻ 2 ആയിട്ട് പറയുന്നുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് ഇവിടെ ഉണ്ട്. ലോസ് 3 lakh ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇവിടെ ഒന്നുമില്ല. സിറ്റുവേഷൻ 2ൽ 1,20,000 ഉണ്ട്. STCL ഉണ്ട് 60,000 ഇവിടെ ഇല്ല. ബിസിനസ് ലോസ് രണ്ടിലും തന്നിട്ടുണ്ട് 70, 90. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? അപ്പോൾ സിറ്റുവേഷൻ 1 എടുക്കുക ആദ്യം. 1 എടുക്കുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ് ഉള്ളത്? 2 lakh ഉണ്ട്. അപ്പോൾ അതിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് അവിടെ കുറയ്ക്കാം. നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ലോസ് കുറയ്ക്കാമല്ലോ. അപ്പോൾ -60,000 ആണ്. അപ്പോൾ ബാലൻസ് 1,40,000 ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആഫ്റ്റർ സെറ്റ് ഓഫ് ആണ്. സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷമുള്ള ഗെയിൻ ആണ് നമുക്ക് 140. അതിൽ നമുക്ക് എന്ത് കുറയ്ക്കാം? ബിസിനസ് ലോസ് ആയിട്ടുള്ള 70,000 കുറയ്ക്കാം. അപ്പോൾ ആകെ നമുക്ക് ഈ സിറ്റുവേഷനുള്ള അതേ ചെയ്യാനുള്ളൂ. അപ്പോൾ ബാലൻസ് എത്ര വന്നു? 70,000 വന്നു. ഇതാണ് ടോട്ടൽ ഇൻകം. സിറ്റുവേഷൻ 2ലേക്ക് പോകുമ്പോൾ നമുക്ക് LTCG ഇല്ല. പകരം എന്താ ഉള്ളത്? ലോസ് ഉള്ളത്. സെറ്റ് ഓഫ് നോട്ട് പോസിബിൾ. അപ്പോൾ ലാഭം ഇല്ലാത്തതുകൊണ്ട് അതിന് നഷ്ടം നികത്താൻ പറ്റില്ല. അപ്പോൾ -3 lakh അങ്ങനെ എഴുതി. പിന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അത് 1,20,000 ആണ് ക്യാപിറ്റൽ ഗെയിന്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് ലോസ് ഉള്ളത് കുറയ്ക്കാം. അപ്പോൾ 1,20,000 നിന്ന് 90 കുറച്ചാൽ അവിടെ ബാലൻസ് എന്തുണ്ട്? 30,000 ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആകെ എത്ര കിട്ടിയത്? 30,000 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് രാഗ ഫോർ അസസ്മെൻറ്റ് ഇയർ 2024-25. സാലറി കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട് 4 lakh. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്. ബിസിനസ് ലോസ് ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ് ഉണ്ട് 50,000. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക ഈ ഇൻകം എല്ലാം? ആദ്യത്തെ ഐറ്റം സാലറി എന്തായാലും മസ്റ്റായിട്ട് വേണ്ടതാണ്, അവിടെ കൊടുക്കുക. രണ്ടാമത്തെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എത്ര രൂപ വരുന്നത്? 70,000 ആണ് വരുന്നത്. അപ്പോൾ നമുക്കതിൽ നോക്കാം. ബിസിനസ്സിൻ്റെ ലോസ് 220 ഉണ്ട്. പിന്നെ ഉള്ളത് ലോങ് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എടുക്കുക ആദ്യം 2,40,000. അതിൽ നിന്ന് നമുക്ക് കുറയ്ക്കേണ്ടത് എന്താണ്? ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ലോസ് അതിൽ നിന്ന് കുറയ്ക്കാം. അപ്പോൾ എത്ര വരും? 30,000 കുറയ്ക്കുക. 2,40,000 30 കുറച്ചാൽ 2,10,000 വരും.
2,10,000 നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ലോസ് ലെസ് ചെയ്യാവുന്നതാണ്. ബിസിനസ് ലോസ് 2,20,000 ആണ്. അപ്പോൾ എത്ര രൂപ വരയ്ക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ? 2,10,000 വരെ നമുക്ക് അവിടെ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് അത് രണ്ടും എന്താണ്, 2,10 ബിസിനസ് ലോസ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ 2,10,000 വരെ അവിടെ പോവും. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 70 ഉണ്ട്. ബിസിനസ് ലോസ് പറയുന്നത് ഒരു 10,000 ആണ് അവിടെ വരുന്നത്. ബിസിനസ് ലോസ് നമുക്ക് കുറയ്ക്കാം 10,000. അപ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? 60,000 ആണ് വരുന്നത്. ഇവിടെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവുമോ? കാരണം സാലറി ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ 2,40 ഉണ്ട്. അതിന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് കുറയ്ക്കുക 30,000. അപ്പം 2,10,000 ആണ് വരിക. ബിസിനസ് ലോസ് ഓൾറെഡി 2,20,000 ഉള്ളത്, പക്ഷെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2,10,000 വരെ ഇവിടെ കഴിഞ്ഞു. ഒരു ബാലൻസ് 10,000 അപ്പോൾ ബിസിനസ് ലോസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ 2,10 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 10,000 കൂടി, 2,20 ശരിക്കും ബിസിനസ് ലോസ് വരുന്നത്. അപ്പോൾ ഒരു 10,000 അവിടെ ബിസിനസ് ലോസ് ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഇൻകം 70 ഉള്ളത്. ആ 70 നമുക്ക് ഈ ഒരു 10,000 ബിസിനസ് ലോസ് പെൻഡിങ് ഉള്ളത് അവിടെ കുറയ്ക്കാം. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? 60,000. ഔട്ടർ കോളത്തിൽ ആകെ നമുക്ക് 4,60,000 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്ന സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ആ ലോസിന് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള. കാരണം തിയറിയിൽ പറയുന്നുണ്ട് ഏതെങ്കിലും സ്പെസിഫൈഡ് ബിസിനസ് ഈ ഒരു സെക്ഷനിൽ 35 ADയിൽ വരുന്ന ഏതെങ്കിലും സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ലോസിനെ നമുക്ക് വേറെ ഏത് ബിസിനസ് ഇൻകം കൊണ്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിത് ഇവിടെ കാണിക്കേണ്ട ആവശ്യമേ വന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ നഷ്ടത്തിനെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ സ്പെസിഫൈഡ് ബിസിനസ് ഇൻകത്തിനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഉള്ളതൊന്നും അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലിയറായിട്ട് ഈ 4 പ്രോബ്ലംസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ 5th സെമസ്റ്ററിൻ്റെ 4 സബ്ജക്റ്റുകൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എക്സാം ഡേറ്റ് ആയതുകൊണ്ട് അതിലൂടെ തന്നെ ഒന്ന് എല്ലാവരും കടന്നു പോവുക. വീഡിയോസൊക്കെ ഒന്ന് പ്ലേലിസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ കീ ഒക്കെ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് പഠിച്ച് എക്സാം നന്നായി എഴുതുക. പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്